Hi students, welcome to the world of numbers. Today we are going to study 5th chapter, data handling. Data handling is a way of arranging and organizing data so that we could view this collection of data in a meaningful and easier way. Since from 6th standard onwards, we are familiar with the title data handling. So you just remember what is data. The information collected in the context of a situation under study is called a data. So we organize the data in a systematic manner and then interpret it. You know, constructing a frequency distribution table. That is, make 3 columns. First 4 variables under consideration, then second 4 tally marks, and third 4 the number of total number, or that we call frequency. Okay. Now we can study in data. Construction of a grouped frequency distribution. അതായത് നമുക്ക് ആ പേരിനകത്തുനിന്ന് തന്നെ മനസ്സിലാകും ഗ്രൂപ്പ്ഡ് ആണ്. അതായത് നമ്മൾ നേരത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഒരു ഗ്രൂപ്പ് കാര്യങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഏജ് ഗ്രൂപ്പ്, ഇപ്പൊ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്താൽ ഒരു 0 to 10 ഗ്രൂപ്പ്, അല്ലെങ്കിൽ 10 to 20, അല്ലെങ്കിൽ 30 to 40 എന്നൊക്കെ പറഞ്ഞ കൂട്ട് ആ ഒരു ഗ്രൂപ്പ് ആക്കി നമ്മൾ എടുക്കുന്നതാണ് ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റ. There are some steps. Identify the maximum and the minimum value of the variate occurring in the obtained data. Maximum value, minimum value അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാം. Decide how many classes will be reasonably sufficient to include all the data. Maximum, minimum നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്ലാസ്സുകൾ വേണമെന്ന് തീരുമാനിക്കുക. The number of classes should not be too small or too large. ഒരിക്കലും നമ്മുടെ ക്ലാസ് ഒരുപാട് വലുതാകാനും ചെറുതാകാനും പാടില്ല. Pick up an entry and draw a tally mark against the group in which it finds its place. അതായത് നമ്മൾ അതിന് ടാലി മാർക്ക് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളത് ഏതാണ്? അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് ഇന്റർവൽ. അപ്പൊ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഒരു 1 to 5 ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ആ 1 to 5 ഗ്രൂപ്പിൽ 1, 2, 3, 4 വരെ ആകുള്ളൂ. നെക്സ്റ്റ് ഗ്രൂപ്പിലാണ് 5നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതായത് 5 to 10 ആണെങ്കിൽ നമ്മൾ 5 സെക്കൻഡ് ഗ്രൂപ്പിൽ അതിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ. Fifth point, repeat this process for each observation. Use tally marks in bunches of 5. You know it. Count the tally marks against each class. This is the frequency of the class. Allot a suitable title on the top of the grouped frequency distribution table indicating what it talks about. നമ്മൾ അതിന് ഒരു പേര് ടൈറ്റിൽ കൊടുക്കുന്നു. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതും ഇപ്പൊ പഠിച്ച ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയും കൂടെ ചേർത്തിട്ടുള്ള എക്സസൈസ് ആണ്. ഓക്കെ, ലെറ്റ് us go. Exercise 5.1. For which of these would you see a histogram to show the data? ഹിസ്റ്റോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന്. ഓക്കെ. The number of letters for different areas in a postman's bag. Second, the height of competitors in an athletic meet. The number of cassettes produced by 5 companies. The number of passengers boarding trains from 7 a.m. to 7 p.m. at a station. Give reasons for each. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഹിസ്റ്റോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന്. We know that histogram is a graphical representation of data if the data represented using class interval. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ക്ലാസ് ഇന്റർവൽ, ഇപ്പോൾ 0 to 5 അല്ലെ 5 to 10 അങ്ങനെയുള്ള ഇന്റർവെൽ തന്നാൽ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് തന്നെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കുന്നത് പോലെ സെയിം തന്നെയാണ്. Since the case mentioned in options B and D can be divided into class intervals. ക്വസ്റ്റിനകത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ബിയും ഡിയും മാത്രമേ നമുക്ക് അതെന്താണ് ഇന്റർവെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ലെറ്ററുകളൊന്നും നമുക്ക് അങ്ങനെ ഏത് ഏരിയയിലൊന്നും പറഞ്ഞുകൊണ്ട് പറയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ്
അത് ഇന്റർവെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ബിയും ഡിയും മാത്രമേ ഉള്ളൂ. Similarly, since the cases mentioned in options A and C cannot be divided into class intervals, അത് നമുക്ക് ക്ലാസ് ഇന്റർവെല്ലുകളിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. So, histogram cannot be used to represent the data. Second one, the shoppers who come to departmental store are marked as man M, women W, boy B, girl G. The following list gives the shoppers who came during the first hour in the morning. Look at the data. W represents women, G girl, B boy and M. Make a frequency distribution table using tally marks. Draw a bar graph to illustrate it. First of all, we have to make frequency distribution table. See, first column shopper, second column tally mark, third column number of shoppers. അപ്പോൾ നിങ്ങൾക്കറിയാം W, M, B, G 4 ഗ്രൂപ്പിനകത്തായിട്ടാണ് നമ്മൾ തരംതിരിക്കേണ്ടത്. W നമ്മൾ ആ ഗ്രൂപ്പിനകത്തൊന്ന് W ഫസ്റ്റ് എണ്ണം കാണുമ്പോൾ ഫസ്റ്റ് ടാലി മാർക്ക് കൊടുക്കുക, സെക്കൻഡ് എടുക്കുമ്പോൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് ക്രോസ് ആയിട്ടാണ് വരും. ആ രീതിയിൽ കണ്ടുപിടിക്കുക. ദെൻ നമ്പർ ഓഫ് ഷോപ്പേഴ്സ് ഈസ് 28 കൗണ്ട് ചെയ്ത് എഴുതുക. ഇനി ഇതിന്റെ ബാർ ഗ്രാഫ്, you draw a bar graph. Take shoppers on x-axis and number of shoppers y-axis. We take the interval. Number is lying between 5 to 28. So we divide it. The interval 0, 5, 10, 15, 20, 25. Okay. Then 1 unit is equal to 5 shoppers. Okay. Scale. Third, the weekly wages in rupees of 30 workers in a factory are. See the data 830, 35, etc. etc. You would read the data carefully. Using tally marks, make a frequency table with intervals as we can make 800 to 810, 810 to 820 and so on. നമ്മൾ ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾ തീരുമാനിക്കണം ഇതിന്റെ ഫ്രീക്വൻസി ടേബിളിന്റെ ഇന്റർവെൽ എത്ര എടുക്കണമെന്ന്. 800 തൊട്ട് 810 വരെ. സെക്കൻഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം കേട്ടോ. 800 തുടങ്ങി 810 നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം അവസാനിപ്പിച്ചിരിക്കുന്ന 810 to 20. Then third 820 to 830 like that. So class intervals 800 to 900, tally marks, frequency നമ്മൾ കൗണ്ട് ചെയ്ത് ടോട്ടൽ എടുക്കുക. ഏറ്റവും ലാസ്റ്റ് ടോട്ടലും ചെയ്യും. പോരെ കേട്ടോ, നിങ്ങൾ ഓരോന്നും നോക്കി ടാലി മാർക്ക് നിങ്ങൾ തന്നെ വരച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ. ദെൻ ഹിസ്റ്റോഗ്രാം. അപ്പൊ ഇതിന്റെ ഹിസ്റ്റോഗ്രാം നമ്മൾ വരച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടാലും മനസ്സിലാകും. 0യെ 800, 810 എന്ന് പറഞ്ഞാണ് നമ്മളുടെ എക്സ് ആക്സിസ്. ഒന്ന് ശ്രദ്ധിച്ചോളണം. അവിടെ നമ്മൾ ഒരു ജായിഡ് ഓർ ബ്രോക്കൺ ലൈൻ കൊടുത്തിട്ടുണ്ട് 800 വരുന്നിടം വരെ. that indicates that we are not showing the numbers between 0 to 800. Okay, 0 തൊട്ട് 800 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ജാഗ്ഡ് ഓർ ബ്രോക്കൺ ലൈൻ വെച്ച് അത് കാണിക്കുന്നത്. ചില കേസുകളിൽ നമുക്ക് ആ ഗ്രൂപ്പിലെ ആൾക്കാർ കാണുകയില്ല, അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ 0 തൊട്ട് എന്താണ് 10 വെച്ചുള്ള ഇന്റർവെൽ അല്ലേ, അപ്പൊ നമുക്ക് 0 to 10, 10 to 20, 30 എന്നും പറഞ്ഞുകൊണ്ട് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തുടങ്ങുക. അപ്പൊ ഇത് ഇങ്ങനെ ജാഗ്ഡ് ലൈൻ ഓർ ബ്രോക്കൺ ലൈൻ ആയിട്ട് കാണിക്കും. ഓക്കെ. Which group has the maximum number of workers? From the figure is very clear. 830, 840 is the group having maximum number of workers 9. Workers earning rupees 850 and more
850യേക്കാൾ കൂടുതലുള്ളവർ ആരൊക്കെയാണ്, ഏതൊക്കെയാണ്? അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഏതൊക്കെയുണ്ട് കണ്ടല്ലോ. ആ എത്ര ഉണ്ടെന്ന് നോക്കുക. 1 + 3 + 1 + 4 + 4 ദാറ്റ് ഈസ് 10. നമ്മൾ ഈ ഫിഗറിൽ നിന്നാണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വർക്കേഴ്സ് ഏണിംഗ് ₹850 ആൻഡ് മോർ. 850 അതിനേക്കാളും കൂടുതൽ എത്രയാണ്? ദാറ്റ് ഈസ് 3 + 2 + 1 + 9 + തേർഡ് ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്, നോക്കിക്കൊള്ളുക. ലെസ് ദാൻ ആണ് കേട്ടോ, അതാണ് അവിടെ അത് അടിച്ചതിനകത്ത് ഒരു മിസ്റ്റേക്ക് ആണ്. ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആകുമ്പോൾ നിങ്ങൾ നോക്കണം, ഫിഗറിലോട്ട് നോക്കിക്കുക. അതിനേക്കാൾ ലെസ് 850 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെസ് ലെഫ്റ്റിലേക്ക് നോക്കുക. ഓക്കെ, ദാറ്റ് ഈസ് 3 + 2 + 1 + 9 + 5. Next, the number of hours for which students of a particular class watched television during holidays is shown through the given graph. Answer the following. For how many hours did maximum number of students watch TV? How many students watched TV for less than 4 hours? How many students spent more than 5 hours in watching TV? Yes, look at the graph. First, maximum number of students watching TV. How many hours? 32 students watched TV for 4 to 5 hours. 32 ആണ് അവിടുത്തെ maximum. So, the maximum number of students who watched TV for 4 to 5 hours ആണ്. അത്രയാണ് അതിന്റെ maximum hour. Then, the number of students who watched TV less than 4 hours. That is, ഏതൊക്കെയാന്ന് നോക്കുക. ലെസ് ദാൻ 4 ലെഫ്റ്റിലേക്ക് നോക്കിയാൽ മതി. 22 + 8 + 4 that is 34. Number of students who spent more than 5 hours in watching TV. More than 5. അപ്പോൾ നമ്മൾ more than 5 ഉള്ളത് നോക്കുക. 8 + 6 14. Then pie chart. It is also known as circle graph. Pie chart, you know it. Circle graph എന്നാണ് അതിന്റെ വേറൊരു പേര്. The total angle at the center of a circle is 360 degree. You know it. 360 degree ആണ്. അത് നിങ്ങൾ ഇവിടെ നമുക്ക് 360 degree നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ മുകളിൽ എഴുതിക്കൊള്ളണം. ഇതെല്ലാം എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. 360 degree. Okay. The central angle of the sectors will be a fraction of 360 degree. അപ്പോൾ നമ്മൾ വരച്ചു കഴിയുമ്പോൾ അതിന്റെ ബാക്കിയുള്ള സെക്ടേഴ്സ് എപ്പോഴും 360യുടെ ഫ്രാക്ഷൻ, അതായത് ബൈ 360 എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുന്നത് എന്നുള്ളത് റഫർ പേജ് 79, ടെക്സ്റ്റ് ബുക്കിലെ 79 നോക്കുക. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതായത് നമ്മളൊരു കൺവീനിയന്റ് റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. പിന്നെ അതിനകത്ത് അതായത് നമുക്ക് സർക്കിളിന്റെ റേഡിയസിന് പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. നമ്മളൊരു റേഡിയസ് എടുത്ത് വരയ്ക്കുന്നു. പിന്നെന്താണ്, അവിടെ നമ്മൾ റേഡിയസ് വരയ്ക്കുന്നു. പിന്നീട് ആദ്യത്തെ സെക്ടറിന്റെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, then exercise 5.2. A survey was made to find the type of music that a certain group of young people liked in a city. A survey was made to find the type of music. Adjoining pie chart shows the findings of this survey. From this pie chart, answer the following. Pie chart il ninnu question answer cheyanana. If 20 people liked the classical music, how many young people were surveyed? എത്ര പേരെയാണ് സർവേ ചെയ്തതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. Look at the pie chart. Semi classical, classical 10%, folk, light music. Okay. ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് 10% എന്ന് പറഞ്ഞാൽ എപ്പോഴും 100 പീപ്പിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 20% represents 100 into 20 by 10, that is 200. 200 പീപ്പിളിനെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത്. Since 40% of the total people surveyed like light music and no other form of song liked more than that, we can conclude that light music is liked by the maximum number of people. അല്ലെങ്കിലും ഫിഗറിനകത്തും നമുക്ക് ഈസി ആയിട്ട്
മനസ്സിലാകും ലൈറ്റ് മ്യൂസിക് ആണ് കൂടുതൽ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, then series of classical music, that is 10 into 1000 divided by 100. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങളാണ്, that is 100. Series of semi classical music, that is 20 into 1000 by 100, that is 200. Series of light music നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഏതാണ് ലൈറ്റ് മ്യൂസിക്? 40 into 1000 by 100 അല്ലെങ്കിൽ 40 by 100 into 1000, 40% means. പിന്നെ സീരീസ് ഓഫ് ഫോക്ക് മ്യൂസിക് 30% ആണ്, 30 by 100 into 1000. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം സെയിം തന്നെ. നിങ്ങൾക്ക് അറിയാലോ 30% means 30 by 100. ഹോറിസോണ്ടൽ അല്ല, നമുക്ക് ഇതാല് ഈ ഒബ്ലിക് ലൈനെ പറ്റുന്നുള്ളത് കൊണ്ടാണ്. Second, a group of 360 people were asked to vote for their favorite season from the three. Season rainy, winter and summer. ഇതാണ് സീസൺസ്. ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. സീസൺ സമ്മർ, റെയിനി, വിന്റർ. സമ്മർ 90, rainy 120, winter 150. Which season got the most votes? Then find central angle of each sector. Draw a pie chart. Okay. First one, from the figure, according to the given table, winter season got the most votes. Okay. Center angle of summer season. Summer season le ഇത് നമുക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. 90 ആണ്. 90 by 360 into 360. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടുന്നതുകൊണ്ടാണ് രണ്ട് 360 വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 90 degree. Then central angle of rainy 120 by 360 into 360. Okay, 120. അത് കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടും. പിന്നെ വിന്റർ, that is 150 by 360 into 360. പൈ ചാർട്ട്. അപ്പൊ നമ്മൾ പൈ ചാർട്ട് വരയ്ക്കണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചിട്ട്, ഇപ്പോൾ ഇവിടെ ആംഗിൾ കണ്ടുപിടിച്ചല്ലോ, അതനുസരിച്ച് വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുക, റേഡിയസ് വരയ്ക്കുക. പിന്നെ ഒരെണ്ണം നമ്മൾ വരയ്ക്കുക 90 ഡിഗ്രി ആദ്യം നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ ചേർത്ത് 120യും 150യും കംപ്ലീറ്റ് ആകുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഡിഗ്രികൾ അളന്നെടുക്കേണ്ടത്. അപ്പോൾ റേഡിയസ് ആദ്യമേ നമ്മൾ ഒരെണ്ണം വരച്ചിട്ട് 90 ഡിഗ്രി എടുത്ത് ആദ്യത്തെ വരയ്ക്കുക. പിന്നീട് അവിടുന്ന് 120 പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 120 എടുക്കുക, വരയ്ക്കുക. ഓക്കെ. Third question. Draw a pie chart showing the following information. The table shows the colors preferred by a group of people. Colors blue, green, red and yellow. Number of people blue 18, green 9, red 6, yellow 3. Total എപ്പോഴും കണ്ടുപിടിച്ച് വെക്കണം 36. Hence central angle 360 degree. അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം. Total number of people 36. Then അതിനെ നമ്മൾ വരയ്ക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ അതിന്റെ ടേബിൾ ഉണ്ടാക്കണം. എത്ര ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിക്കണം. കളേഴ്സ് ഏതൊക്കെയാണ്? പിന്നെ നമ്പർ ഓഫ് പീപ്പിൾ ബ്ലൂ കളർ 18, ഇൻ ഫ്രാക്ഷൻ ആക്കിയാൽ 18 by 36. അതിൽ 36 ആൾക്കാരുള്ളതിൽ 18 പേർക്ക്, ദാറ്റ് ഈസ് 1/2. ഇനി ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 1/2 into 360. എപ്പോഴും ഫ്രാക്ഷനെ 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 180. സെയിം പ്രോസസ് ഗ്രീൻ 9 by 36, 1/4 into 360. അതുപോലെ തന്നെ നോക്കിയാൽ ദെൻ മുമ്പത്തെ പോലെ തന്നെ ഏതെങ്കിലും റേഡിയസ്, ഇന്ന റേഡിയസ് എന്നില്ല കേട്ടോ, ഏത് റേഡിയസ് എടുത്ത് നമ്മൾ സർക്കിൾ വരച്ചാലും എല്ലാത്തിൻ്റെ ആംഗിൾ 360 ആയതുകൊണ്ടാണ് പ്രത്യേക റേഡിയസ് ഇല്ലാത്തത്. ഒരു റേഡിയസ് എടുക്കുക, എന്നാലും ഒരുമാതിരി കാണാൻ മാത്രം വലിപ്പത്തിൽ ഒരു സർക്കിൾ വരയ്ക്കുക. പിന്നെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഡിഗ്രി നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യം റേഡിയസ് നോക്കി വരയ്ക്കുക, പിന്നീട് അടുത്തത് ചേർത്ത് വരയ്ക്കുക. The adjoining pie chart gives the marks scored in an examination by a student in Hindi, English, Mathematics, Social Science and Science. If the total marks obtained by the students were 540, answer the following questions. Look at the pie chart. 90% Mathematics. Then see the chart.
In which subject did the student score 105 marks? 105% ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ മാർക്ക് കണ്ടുപിടിക്കണം. ഇനി അതിനൊരു ഹിന്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോർ 500 മാർക്സ് ദ സെൻട്രൽ ആംഗിൾ ഈസ് 360 ഡിഗ്രി. ടോട്ടൽ മാർക്കിന് 360 ഡിഗ്രിയാണ്. സോ ഫോർ 105 മാർക്സ് വാട്ട് ഈസ് ദി സെൻട്രൽ ആംഗിൾ? അതാണ്. അതായത് 540ക്ക് 360 ഡിഗ്രി. അപ്പൊ അത് ഏതാണ്? 105ന് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്താൽ ആൻസർ ഈസി ആയിട്ട് കിട്ടും. ഇതാണ് നമ്മളിവിടെ സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്, നോക്കിക്കൊള്ളുക. 90 ഡിഗ്രി, അതായത് 90/360 into 540, that is 135. സോഷ്യൽ സയൻസ് സെയിം, 65/360 എപ്പോഴും ടോട്ടൽ ആംഗിൾ ആണ് ബൈ വരുന്നത്, ഇൻറ്റു നമ്മൾക്ക് ഇവിടുത്തെ ടോട്ടൽ 540. നിങ്ങൾ സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ദ സ്റ്റുഡന്റ് സ്കോർഡ് 105 മാർക്സ്. 105 ഇപ്പൊ ഏതിലാണ് കിട്ടിയിരിക്കുന്നത് നോക്കുക, ഹിന്ദി. Then marks obtained in mathematics 135. Hindi 105. Difference ആണ് ചോദിച്ചിരിക്കുന്നത്. 135 minus 105, that is 30. 30 more marks were obtained by the student in mathematics than in Hindi. Third, the sum of marks in social science and mathematics ഏതാണ്? 97.5 plus 135, that is 232.5. Sum of marks in science and Hindi 120 plus 105, 225. Okay, ഇതെല്ലാം പ്ലസ് ചെയ്ത് കണ്ടുപിടിക്കാം. Therefore, the sum of marks in social science and mathematics is more than that in science and Hindi. ഏത് സം ആണ് ഗ്രേറ്റർ? ഇത് 232.5. Okay. The number of students in a hostel speaking different languages is given below. Display the data in a pie chart. Okay, language, number of students, Hindi 40, English 12, Marathi 9, Tamil 7, Bengali 4, total 72. അപ്പം എപ്പോഴും നമ്മൾ ഇതിനുള്ള ഡേറ്റ നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിച്ചെടുക്കണം. ഇതിന്റെ ഡിഗ്രി എത്രയാണ്, സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പൊ ഏതാണ്? ഹിന്ദി 40, that is 40 by total 72 into 360. ഇത് ഈ സ്റ്റെപ്പുകളെല്ലാം എഴുതി ഇതേ രീതി സെയിം രീതിയാണ്. അപ്പൊ നിങ്ങൾ നോക്കി ചെയ്ത് ആൻസർ. Then draw the pie chart. Next, chance and probability. Chance and probability. Okay, you have studied in the previous class chance and probability. There are chances, then you know how to find probability. There are many situations in real life where we have to take a chance or risk. Based on certain situations, the chance of occurrence of a certain event can be easily predicted. In simple words, the chance of occurrence of a particular event is what we study in probability. അതായത് നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ചാൻസ്. ഇപ്പൊ എന്താണ്, ഒരു റെയിനി ഡേക്കുള്ള ചാൻസ്, അല്ലെങ്കിൽ ഒരു പ്ലേ വിൻ ചെയ്യാനുള്ള ചാൻസ്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സർട്ടൻ, ഷുവർലി, നത്തിങ്, ഷുവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ചാൻസുകൾ പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ നെക്സ്റ്റ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പം ഈ ഒരു ഫോർമുല നന്നായിട്ട് പഠിക്കണം. പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. എക്സാമ്പിൾ, while tossing a coin, it can be either head or tail. അതാണ് അതിന്റെ ഔട്ട്കംസ്. ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, നോട്ട് ബോത്ത്. ഇത് രണ്ടും കൂടി വരില്ല, either head or tail. Therefore, probability of that event is equal to head വരാനും tail വരാനും സെയിം പോസിബിലിറ്റി ആണ്. That is 1/2. ഹെഡ് വന്നാലും 1/2, tail വന്നാലും 1/2. ഓക്കെ, 2 ആണ് മാക്സിമം, അതാണ് ടോട്ടൽ.
Then exercise 5.3. List the outcomes you can see in these experiments. Look at the picture. Spinning a wheel, tossing two coins together. That's the two questions. First one, spinning a wheel. There are 4 letters A, B, C and D in a spinning wheel. So there are 4 outcomes. അതായത് നമ്മൾ ഇത് ഈ സ്പിന്നിങ് വീലിൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എ, ബി, സി, ഡി. കാര്യം എ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിലും സെയിം എ തന്നെയാണ് അല്ലെ. അതുകൊണ്ട് ഔട്ട്കംസ് 5 ഇല്ല, 4 ഉള്ളൂ. ഓക്കെ. When 2 coins are tossed together, there are 4 possible outcomes. 2 coins ഒന്നിച്ച് നമ്മൾ ടോസ് ചെയ്യുവാണെങ്കിൽ it may be HH, head രണ്ടിനും ഹെഡ് വരാം. HH, then first one in H വന്നു, second in tail. Then first one in tail വന്നു, ആ സ്ഥാനത്ത് second in H, അല്ലെങ്കിൽ രണ്ടിടത്തും tail. അപ്പൊ ഇങ്ങനെ 4 possible outcomes ആണുള്ളത്. HH, HT, TH, TT. When a die is thrown, list the outcomes of an event of getting. Last year like a prime number, not a prime number, a number greater than 5, a number not greater than 5. Toss the toss die toss die dimble and 6 phases are 1, 2, 3, 4, 5, 6. Outcomes of even getting a prime number. ഈ 1 തൊട്ട് 6 വരെയുള്ളതിൽ നിന്ന് prime numbers നോക്കുക. 1, 2, 3, 5, 6 അല്ലേ. Prime numbers, which are they? 2, 3 and 5. Next, not a prime number. Prime number കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? 1, 4 and 6. A number greater than 5. That is only 6. Outcomes of event of not getting a number greater than 5 are. ഏതൊക്കെയാണ്? 1, 2, 3, 4 and 5. Not greater than 5 ആയതുകൊണ്ട്. Next. Find the from the figure the probability of the pointer stopping on D in question 1A. ഏതാണ് ഇതിനകത്ത്? Probability of getting D. ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ഫിഗറിനകത്തല്ല, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് പ്രോബബിലിറ്റി മറ്റേ നമ്മൾ ഔട്ട്കംസ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീലിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഔട്ട്കംസ് ആണ് പറഞ്ഞു പോയത്. അതിൽ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി മീൻസ് ഏതാണ്? പോസിബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ദാറ്റ് ഈസ് ഈ ഫിഗർ നമുക്ക് താഴെ വരുന്നുണ്ട് കേട്ടോ. സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റിലേത് നിങ്ങൾ ക്വസ്റ്റ്യൻ 1 നോക്കുക, എന്നിട്ട് എഴുതുക. ഓക്കെ. ഏതാണ് ഡി വരാനുള്ള പ്രോബബിലിറ്റി ഇൻ സ്പിന്നിംഗ് വീൽ? എ, ബി, സി, ഡി. സോ there are 5 outcomes. Then pointer stops at D, which is 1 outcome. D ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ്? അതൊരു ഔട്ട്കം ആണ്. So probability of the pointer stopping on D is 1/5. അതായത് നമ്മൾ പറഞ്ഞു അതിന്റെ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് അതിന്റെ ചാൻസ് 1 ആണ്, ടോട്ടൽ 5. ഓക്കെ. There are 4 aces in a deck of 52 playing cards. അതാണ് നമുക്ക് 52 playing cardsനകത്തുനിന്ന് അതിനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. So there are 4 events of getting an ace. അല്ലേ? അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ അറിയാമല്ലോ 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ഉണ്ട്. So probability of getting an ace is 4/52. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയിരിക്കുന്നതാണ് 1/13. നെക്സ്റ്റ് അതാണ് നമ്മളുടെ ഫിഗർ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ആപ്പിൾ. ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് എണ്ണി നോക്കുക, 7 ആണ് ഉള്ളത്. നമ്പർ ഓഫ് റെഡ് ആപ്പിൾസ് 4. Probability of getting a red apple is 4 by total, that is 7. 4/7. Next, if you have a spinning wheel with 3 green sectors
one blue sector and one red sector. What is the probability of getting a green sector? What is the probability of getting a non-blue sector? Okay. Listen. A total of 5 sectors are present. എങ്ങനെയാ 5 കിട്ടുന്നത്? 3 green, 3 plus 1 plus 1. അതായത് 3 green, 1 blue, 1 red. That is total 5. Out of the 5 sectors, 3 sectors are green. നമ്മൾ പ്രത്യേകം ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 3 green ആണ്. So, probability of getting a green sector is equal to 3 by 5. അതായത് possible outcome by total. Out of the 5 sectors, 1 sector is blue. Only one is blue. So, the probability of getting a non-sector blue is 5 minus 1, 4 sectors. അല്ലെ non-blue ഇനകത്തതാണ് 5ൽ നിന്ന് 4. Probability 4 by 5. Okay. Find the probabilities of events given in question 2. Question 2-ൽ ആ പറഞ്ഞിരിക്കുന്ന അതായത് നമ്മൾ എടുത്തില്ലായിരുന്നു പ്രൈം നമ്പേഴ്സും ഒക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഔട്ട്കംസ് നമ്മൾ എഴുതി അതിന്റെ പ്രോബബിലിറ്റി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതി കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, തന്നെ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ. അതിന്റെ ആൻസർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നോക്കി അതേപടി എഴുതാതെ ആദ്യം നമ്മൾ അതിന്റെ ഔട്ട്കംസ് ഒക്കെ എഴുതുകയല്ലേ, അത് നോക്കി പ്രോബബിലിറ്റി ശ്രദ്ധിച്ച് എഴുതി ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ആൻസറും കൂടി ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളുടെ എക്സസൈസ് അവസാനിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്തൊന്ന് പൈ ചാർട്ട് വരയ്ക്കുന്ന കാര്യം പഠിക്കണം. പൈ ചാർട്ടും ഗ്രാഫും ഈ എക്സാമിന് ഞാൻ ഇടുന്നില്ല കേട്ടോ, കാരണം അത് നമുക്ക് എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും അതിന്റെ ഡിഗ്രിയൊക്കെ മെഷർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ 2 ക്വസ്റ്റ്യൻ വരയ്ക്കാനുള്ള ഡ്രോയിങ്സ് മാത്രം ഇടുന്നില്ല. ബാക്കി ഭാഗങ്ങൾ മുഴുവൻ പഠിക്കണം. പിന്നെ ലാസ്റ്റ് പഠിച്ച പ്രോബബിലിറ്റിയും പഠിക്കണം. ആദ്യ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ, അതെല്ലാം പഠിക്കണം. ആ 2 ഡ്രോയിങ്സ് ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ പഠിക്കുക. പിന്നെ കാണുമ്പോൾ നല്ല ഈസിയാന്ന് തോന്നും, പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തീർന്നു. നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ എക്സാം വരുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.